Hi friends, welcome back to Ultron Media. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമുക്ക് എങ്ങനെ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ എന്താണ് ജാവയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജാവ ആയതുകൊണ്ട് തന്നെ ജാവൻ്റെ JDKയും ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ പാത്ത് കൊടുക്കണം. പിന്നെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലേക്ക് കിടക്കുക. അപ്പോൾ ആ കാര്യങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ജാവൻ്റെ JDK ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ജസ്റ്റ് ജാവ JDK എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ oracle.comൻ്റെ ഒരു ലിങ്ക് കാണാൻ ജസ്റ്റ് അതിലേക്ക് കയറുക. അപ്പോൾ അതിലേക്ക് കയറുമ്പോൾ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ലിനക്സ്, മാക്ക്, അതുപോലെ വിൻഡോസ് ഒന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഡിവൈസ് ഏതാണോ ആ ഒരു ഇത് സെലക്ട് ചെയ്യുക. എൻ്റെ ഇവിടെ വിൻഡോസ് ആയതുകൊണ്ട് ഞാൻ വിൻഡോസ് എടുത്തു. എന്നിട്ട് അതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഡൗൺലോഡ് ചെയ്യുക. എൻ്റേത് ഇപ്പോൾ 64 ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇൻസ്റ്റാളറാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ലിങ്ക് ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങളുടേത് 64 കംപ്രസർ അച്ചീവാണ് വേണമെങ്കിൽ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇവിടെ ഇൻസ്റ്റാളറാണ് എടുക്കുന്നത്. 153 MB ഉണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ ഒരു ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ താഴെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 153 ഉണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കിത് ഈ ഒരു JDK ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പാത്തും കറക്റ്റായിട്ട് കൊടുക്കണം. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ തന്നെ വേറെ കുറച്ച് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബേസിക് ആയിട്ടുള്ള. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു പ്രോഗ്രാം കൂടി, ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യും കൂടി ചെയ്യാം. ഓക്കെ ഇപ്പോൾ നമ്മൾ ജാവൻ്റെ JDK ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓപ്പൺ ആവും. അപ്പോൾ ഫസ്റ്റിന് ഒരു പെർമിഷൻ ചോദിക്കും. അപ്പോൾ അതിന് യെസ് എന്ന് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം ഇങ്ങനൊരു വിൻഡോ വരും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. ഇവിടെ അതിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ C ഡ്രൈവിൽ പ്രോഗ്രാം ഫയൽസിൽ ജാവ പറഞ്ഞൊരു ഫോൾഡറിൽ അതിൽ JDK പറഞ്ഞിട്ടുള്ള അവിടെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത്. ഈ ഒരു ലൊക്കേഷൻ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നമ്മൾ പാത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ പോയിട്ട് ഇവിടെ നിന്നാണ് ഈ ഒരു ലൊക്കേഷനിൽ പോയിട്ടാണ് പാത്ത് എടുക്കുന്നത്. അപ്പം ഇത് ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇനി ഈ ലൊക്കേഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചേഞ്ച് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് വേറെ ലൊക്കേഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഇനി ഇൻസ്റ്റാൾ ആയിക്കോളും. എന്നിട്ട് ബാക്കി നമുക്ക് പാത്ത് കാര്യങ്ങളൊക്കെ അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. അത് ക്ലോസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് പാത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫയൽ എടുക്കുക. അതിൽ വിൻഡോസ് അതായത് നേരത്തെ നമ്മളൊരു ലൊക്കേഷൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ JDK ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ, ആ ഒരു ലൊക്കേഷനിലേക്ക് പോവുക. അപ്പോൾ ഞാൻ ഡ്രൈവ് C എടുത്ത് അതിൽ പ്രോഗ്രാം ഫയൽസ് ഉണ്ടാവും, നിങ്ങളതിലും ഉണ്ടാവും പ്രോഗ്രാം ഫയൽസ്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ജാവ എന്നുണ്ടാവും. ആ ഒരു ജാവയിലേക്ക് കയറുക. JDK 18 എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതിൽ കയറുക. അവിടെ ബിൻ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാവും. ഈ ഒരു ഫോൾഡറിൻ്റെ പാത്താണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ബിന്നിൻ്റെ ഉള്ളിലേക്ക് കയറുക. എന്നിട്ട് മുകളിൽ കണ്ടില്ലേ ജാവ JDK പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു പാത്ത്, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫുൾ പാത്ത് നമുക്ക് ഇവിടുന്ന് കിട്ടും. എന്നിട്ട് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. ഇനി ഈ കോപ്പി ചെയ്തത് നമുക്ക് എന്ത് ചെയ്യണം, പാത്ത് ഇതിൻ്റെ സെറ്റ് ചെയ്യണം. ഈ കോപ്പി ചെയ്ത ഈ ഒരു പാത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് വിൻഡോസ് സെർച്ച് ചെയ്യുന്ന സ്ഥലത്ത് എൻവിയോൺമെൻറ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫുൾ അടിക്കുന്നതിന് മുമ്പ് തന്നെ സജഷൻ വരും, എഡിറ്റ് ദി സിസ്റ്റം എൻവിയോൺമെൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. ഇതിൽ താഴെ കാണാം എൻവിയോൺമെൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ പാത്ത് എന്നുണ്ട്. ഒന്നെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു പാത്ത് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എഡിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും. ഇനി ഇവിടെ നമുക്ക് നേരത്തെ അവിടെ കോപ്പി ചെയ്ത ആ ഒരു പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ ന്യൂ എന്നുണ്ട്. ആ ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു പേജ് വരും. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ കോപ്പി ചെയ്ത ഒരു പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ലൊക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, അടിയിൽ ഓക്കെ കൊടുക്കുക, വീണ്ടും ഓക്കെ കൊടുക്കുക.
ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്തായിട്ടുണ്ട്, നമ്മുടെ JDK ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, കറക്റ്റായിട്ട് പാത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി അത് കറക്റ്റാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. കമാൻഡ് പ്രോംപ്റ്റിൽ നമുക്ക് ജാവൻ്റെ വേർഷൻ നോക്കാം. ജാവ സ്പേസ് --, വേർഷന് ടൈപ്പ് ചെയ്തിട്ട് എന്താ എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ജാവ വേർഷനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് ജാവ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ബ്രൗസർ എടുക്കുക. ബ്രൗസർ എടുത്തതിന് ശേഷം അവിടെ എന്ത് ചെയ്യുക, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പം developer.android.com എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാണാം. ഈ ഒരു ഇതിൽ കിട്ടും. ഇത് നിങ്ങൾ ക്രോം ബ്രൗസറിലാണ് സെർച്ച് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തന്നെ ഒരു ആഡായിട്ട് തന്നെ ഇതുണ്ടാവും, അതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ട് ആ ഒരു ലിങ്കിൽ ഫസ്റ്റ് വന്ന ആ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതാ ഇങ്ങനെ വരിക. അവിടെ ഡൗൺലോഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്നുണ്ട്. ഇത് വിൻഡോസ്, അതിൻ്റെ താഴെ ഉണ്ട് വിൻഡോസിൻ്റെ 64 ബിറ്റിൻ്റെ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ആണ്, ഇപ്പോൾ നിങ്ങളുടെ മാക്കോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഡിവൈസിൻ്റെ അല്ല വന്നതെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ ഫുൾ സംഭവങ്ങൾ കിട്ടും. വിൻഡോസിൻ്റെ മാക്ക്, അതുപോലെ ലിനക്സ്, ക്രോമോസ്, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡൗൺലോഡ് ലിങ്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ ഉണ്ട്. വിൻഡോസ് ആയതുകൊണ്ട് 64 ബിറ്റ് ഇതാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഡൗൺലോഡ് കൊടുത്തു. അപ്പോൾ ഇവിടെ വല്ലൊരു അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഇവിടെ ടിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്മങ്ക് 2021 ഈ ഒരു വേർഷൻ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. ഡൗൺലോഡായി കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇല്ല, ഡൗൺലോഡായി കഴിഞ്ഞിട്ടില്ല. ഏകദേശം എത്ര MB ഉണ്ട് നോക്കാം നമുക്ക്. ഇത് 1 GB അടുത്ത് ഇതിന് സൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നെറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ഇത് മാത്രമല്ല, നമ്മളിത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ശേഷം അതിനുള്ളിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ തന്നെ കുറേ പാക്കേജും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നെറ്റ് ആവശ്യം ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം ഡാറ്റയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാൻ നിൽക്കാൻ. പിന്നെ അത്യാവശ്യം നെറ്റിന് സ്പീഡും വേണം കേട്ടോ, അല്ലെങ്കിൽ നല്ല ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്തായിട്ടുണ്ട്, ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ക്ലിക്ക് ഇത് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, ഒരു ലോഡിങ് കാണിക്കും ഇതുപോലെ, വെരിഫൈ ഇൻസ്റ്റാളർ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അതിൻ്റെ പെർമിഷൻ ചോദിക്കും. അതിലെന്ത് ചെയ്യുക, യെസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഇങ്ങനൊരു വിൻഡോ വരും. അവിടെ താഴെ നെക്സ്റ്റ് കൊടുക്കുക, ഇവിടെയും നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ഈ ഒരു ലൊക്കേഷൻ ഇവിടെയാണ് ഇത് ഇൻസ്റ്റാൾ ആവുക. നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യണം, ഈ ലൊക്കേഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രൗസ് എന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ലൊക്കേഷൻ മാറ്റാം. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ താഴെ നെക്സ്റ്റ് എന്നുണ്ട്, നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ സ്റ്റാർട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇതിൽ ടിക്ക് ഓക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ ഒരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഫിനിഷ് കൊടുക്കുക. ഓക്കെ, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് കുറച്ചുകൂടി എന്താണ് നെറ്റിൻ്റെ ഒക്കെ ആവശ്യം ഉള്ളത്.
ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയല്ല, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരും. ഇത് ഞാൻ ഇതിന് മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതിൽ കുറച്ച് ഡാറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ കുറേ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലൊക്കെ നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ എൻ്റെ ഇതിൽ ഒരു SDK ആണ് മിസ്സിങ്, ബാക്കി ഏകദേശം എല്ലാം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ ഓട്ടോമാറ്റിക് കുറേ കാര്യങ്ങളൊക്കെ കാണിക്കും എന്തൊക്കെ ലിസ്റ്റ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ അതിനൊക്കെ നെക്സ്റ്റ് അടിച്ച് പോവുക. പിന്നെ ടോട്ടലായിട്ട് എത്ര സൈസ് വരുന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിലിപ്പോൾ ഇൻസ്റ്റാൾ ആവും. അപ്പോൾ അതിന് വീണ്ടും നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ അടിയിൽ ഈ ഒരു കാര്യങ്ങൾ, ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് ഇവിടെ അത് അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇതിപ്പോൾ മൊത്തം നമ്മൾക്ക് ഇവിടെ അക്സെപ്റ്റ് ചെയ്ത് അടിയിൽ ഇത് സെലക്ട് ചെയ്യുക. അടുത്ത ഈ ഒരു റെഡ് ഡോട്ട് കാണാം, അതിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ അക്സെപ്റ്റ് കൊടുക്കുക. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഫിനിഷ് എന്നുണ്ടാവും, ഫിനിഷിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ നേരത്തെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ള ഏകദേശം നമുക്ക് ഈ ഒരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ആവാൻ വേണ്ടിയിട്ടുള്ള, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും ഇതിൽ ഇപ്പോൾ ഡൗൺലോഡായിട്ട് ഇൻസ്റ്റാൾ ആവും. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും, വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഡൗൺലോഡിങ് കമ്പോണൻസ് ഒക്കെ അത്യാവശ്യം നല്ല ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഫിനിഷായി കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ആണ് കാണിക്കുക. അപ്പോൾ അവിടെ താഴെ ഉണ്ട് ഫിനിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ന്യൂ പ്രോജക്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു താഴെ ആയിട്ടാണ് എന്ത് ന്യൂ പ്രോജക്റ്റ് എന്നൊക്കെ കാണിക്കാനായിട്ട് ചാൻസ്. അപ്പോൾ അതിൽ ഒരു ന്യൂ പ്രോജക്റ്റ് എടുക്കുക. അപ്പോൾ നേരത്തെ കുറേ കാര്യങ്ങൾ ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് മാത്രമല്ല, ഇനിയും നെറ്റിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ചെറിയൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ആപ്പ് ഉണ്ടാക്കുന്ന പോലെ ഒരു ഹലോ വേൾഡ് ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ഒരു ആപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അത് റണ്ണാകുമ്പോഴും കുറച്ച് നെറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യുക, ഒരു empty ആക്ടിവിറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് അടിച്ചു. ഇവിടെ മൈ ആപ്ലിക്കേഷൻ എന്ന പേര് വേണമെങ്കിൽ മാറ്റാം. ഇവിടെ ജാവ കേട്ടോ, ഇവിടെ നമുക്ക് ഫ്ലട്ടറിലാണെങ്കിൽ ഇവിടെ കോട്ട്ലിൻ്റെ അത് കൊടുക്കാം. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജാവ നമ്മൾ JDK ഒക്കെയാണ്, ജാവ JDK ആണല്ലോ ഇൻസ്റ്റാൾ ചെയ്തത്. ഇവിടെ ജാവ കൊടുക്കുക, എന്നിട്ട് നേരെ ഫിനിഷ് കൊടുക്കുക. അപ്പോൾ ഫിനിഷ് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ലോഡാവും. ഇത് ലോഡാവാൻ കുറച്ച് ടൈം എടുക്കും. ഇവിടെ താഴെ കാണാം, ഈ ഒരു റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ലോഡിങ് ഹെഡർ പറഞ്ഞിട്ട് ഇവിടെ ഒരു ലോഡാവുന്നതും കാര്യങ്ങളൊക്കെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ളാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ലോഡായിക്കോളും. പിന്നെ റാം കുറവൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും, വെയിറ്റ് ചെയ്യാം. പിന്നെ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ഇങ്ങനെ ടിപ്പ് കാണിക്കും. എന്ത് ചെയ്യുക, ടിപ്പ് ഇങ്ങനെ നെക്സ്റ്റ് ടിപ്പ് നോക്കി പോകണമെങ്കിൽ നെക്സ്റ്റ് ഇങ്ങനെ അടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പോസ് ചെയ്യാം. പിന്നെ വെയിറ്റ് ചെയ്യുക. ഈ ഗ്രേഡിൽ കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ ഇനി ഇവിടെ ഡൗൺലോഡ് ആവും. അപ്പോൾ ആ ഒരു ഡൗൺലോഡിങ് കൂടി കഴിഞ്ഞിട്ടാണ് നമുക്കിതൊന്ന് റൺ ചെയ്യണം. അപ്പോഴും കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഡൗൺലോഡ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ ആ ഒരു ലോഡിങ്ങും കാര്യങ്ങളൊക്കെ താഴെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട്, ഒരു 5-10 മിനിറ്റിൻ്റെ അടുത്തോളം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടുള്ള നെറ്റാണോ അത്രയും നല്ലതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ കാണാം മെയിൻ ആക്ടിവിറ്റി .java, അതുപോലെ ആക്ടിവിറ്റി മെയിൻ XML ഉണ്ട്. അപ്പോൾ ഈ മെയിൻ ആക്ടിവിറ്റി ജാവയിലാണ് നമ്മൾ കോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇവിടെയാണ് എന്ത് നമ്മളെ ഡിസൈനും കാര്യങ്ങളൊക്കെ. ഇവിടെ മുകളിൽ കോഡ് സ്പ്ലിറ്റ്, റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കോഡ് സ്പ്ലിറ്റ് ഡിസൈൻ ഉണ്ടല്ലേ, അതിൽ സ്പ്ലിറ്റിൽ അടിക്കട്ടോ. ഇത് രണ്ടും കാണും. റൈറ്റ് സൈഡിൽ ഡിസൈനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒരു എന്താണ് ഹലോ വേൾഡ് എന്ന് ഡിസ്പ്ലേയിൽ കാണുന്ന ഒരു ആപ്പിൻ്റെതാണിത്. നമുക്കിതൊന്ന് റൺ ചെയ്യാം. അപ്പോൾ റൺ ചെയ്യുമ്പോൾ മിക്കവാറും കുറച്ചും കൂടി നെറ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരാം, മതിയായിരിക്കും. ഈ ഒരു വട്ടം റൺ ചെയ്യണ മാത്രമേ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പുതിയതായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് പെട്ടെന്ന് കിട്ടും. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ള എല്ലാ പാക്കേജും കമ്പോണൻറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ആണ്. അപ്പോൾ അതവിടെ മുകളിൽ റണ്ണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡിവൈസ് കൊടുത്തിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഡിവൈസ് മാനേജറിൽ പോവുക. ഇവിടെ എന്നിട്ട് ക്രിയേറ്റ് ഡിവൈസ് ഉണ്ട് വിർച്വലായിട്ടുള്ള. അപ്പോൾ നിങ്ങൾ വിർച്വലായിട്ടുള്ള ഡിവൈസ് തന്നെ വേണമെന്നില്ല കേട്ടോ. വിർച്വൽ ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല മെമ്മറി യൂസ് ചെയ്യും. അപ്പം നല്ല റാമും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ സിസ്റ്റം മൊത്തം എന്ത് ചെയ്യും, ഹാങ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്.
അപ്പോൾ കുറഞ്ഞ റാമുള്ള ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്കലായിട്ട് തന്നെ ചെയ്യുക കേട്ടോ. നിങ്ങളെ ഫോൺ തന്നെ കുത്തിയിട്ട് USB കേബിളൊക്കെ വെച്ച് കുത്തി കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനതിലിവിടെ വിർച്വൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ ഫോൺ പല ടൈപ്പ് ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ Pixel 5 എടുത്ത് എന്നിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇനി അത് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. പല റിലീസും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുക, ഡൗൺലോഡ് കൊടുക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡൗൺലോഡ് വരും, JDK കമ്പോണൻറ്റ് ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഫിനിഷ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ JDK കമ്പോണൻറ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇതിനും അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. 600 സംതിങ് MB ആണ് ഡൗൺലോഡ് ആയത്. അതുപോലെ അത്യാവശ്യം ടൈമും എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. ഫസ്റ്റ് ടൈം മതി, പിന്നീട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇവിടെ ഫിനിഷ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ നമുക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മളെ എവിഡിൻ്റെ നെയിം വേണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് മാറ്റാം. പിന്നെ ഇവിടെ ചേഞ്ച് കൊടുത്താൽ ഫോൺ തന്നെ Pixel 5 പകരം വേറെ ആക്കാം. എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ കഴിയും. പിന്നെ അതിൻ്റെ ഓറിയൻറ്റേഷൻ, ലാൻഡ്സ്കേപ്പിൽ വേണോ, പോർട്രേറ്റ് വേണോ, പിന്നെ എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഏകദേശം അഡ്വാൻസ് സെറ്റിംഗ് ഉണ്ട് ഇവിടെ. ഷോ ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ റെസൊല്യൂഷൻ, റാം എത്ര വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, SD കാർഡ് വേണോ, അല്ലെങ്കിൽ ഇൻ്റർണൽ സ്റ്റോറേജ് എത്ര വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് എന്തെങ്കിലും കോൺഫിഗർ ചെയ്യാൻ കഴിയും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഫിനിഷ് അടിക്കുക. അപ്പോൾ ഫിനിഷ് ചെയ്യുമ്പോൾ ഇതൊക്കെ സെറ്റാക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ മുകളിൽ കണ്ടിട്ട് പച്ച കളറിൽ റൺ എന്നുള്ള, അതിൽ റണ്ണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഗ്രേഡിൽ ബിൽഡ് റണ്ണിന്ന് പറഞ്ഞിട്ട് ഇവിടെ പോകും. അപ്പോൾ അവിടെ ഇത് ഫുള്ളാണ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ചിലപ്പം ഫസ്റ്റ് ടൈം നമ്മൾ റണ്ണ് ചെയ്യുമ്പോൾ കുറച്ച് റണ്ണ് ചെയ്യേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയിട്ട് കുറച്ച് ടൈം എടുക്കും. ഫസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ടൈമും അത്യാവശ്യം നെറ്റും വേണം. പിന്നീട് കുഴപ്പമില്ല, നോർമലായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഫോൺ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ താഴെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അടിയിലുള്ള ലോഡിങ് കഴിഞ്ഞ്. അപ്പോൾ നമ്മുടെ ഇത് അവിടെ മൈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ പുതിയ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ഇത്രയും ടൈമും അതുപോലെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല, ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യുക. അത്യാവശ്യം നല്ല നെറ്റ് വേണം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ആക്കാൻ 1 GB അടുത്ത്, ഡൗൺലോഡ് ചെയ്യാൻ 1 GB അടുത്ത് സൈസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യം തന്നെ ഒരു ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞിട്ടൊരു 600 സംതിങ് വന്ന്, പിന്നെ ഒരു AVD മാനേജർ ഡൗൺലോഡ് ചെയ്യാനും വേണ്ടിയിട്ടും ഒരു 600 സംതിങ് MB അതിന് വീണ്ടും വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജാവ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതും അത്യാവശ്യം സൈസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും സൈസ്, അത്രയും GB ഡാറ്റ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല നെറ്റും വേണം. അപ്പോൾ അതൊക്കെ കയ്യിൽ കരുതിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ എപ്പോഴും നമുക്ക് ഇത് അത്രയും സൈസ് ഡാറ്റയൊന്നും ആവശ്യമില്ല, ഫസ്റ്റ് ടൈം മാത്രം. ഇനി നമുക്ക് സ്മൂത്തായിട്ട് ഇങ്ങനെ ലാഗൊന്നും ഇല്ലാതെ പെട്ടെന്ന് ചെയ്യാം. ഓക്കെ.